അവരെത്തി. വരട്ടെ. സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം. ആ വരണം വരണം. ഞങ്ങള് ശാന്തപുരം നോക്കി ഇരിക്കുകയായിരുന്നു. ഇരിക്കേ. ആ ഇന്ദുമോൾ ഇരിക്കേ. സിന്ധുവോളല്ല, കുഞ്ഞോള്. എപ്പോഴും പേരങ്ങ് തെറ്റിപ്പോ. എന്താ പ്രസിഡന്റ്, മാമനും മോളും കൂടി വല്ല പരാതിയും തന്നോ? പരാതി ഒന്നും അല്ല ശാന്തപ്പേട്ട, കല്യാണത്തിന്റെ തീയതി തീരുമാനിക്കാനാ. തീരുമാനിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പ്രസിഡന്റ്, എവളെ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാ ഇയാള് തട്ടിപ്പോന്ന അവളുടെ ജാതകത്തിലുള്ളത് അതറിഞ്ഞായിരുന്നോ? ജാതകത്തിലൊന്നും മാഷിനൊരു വിശ്വാസം ഇല്ലെന്നേ. മൂക്കി പഞ്ഞിയും വെച്ച് വെള്ളം വധിച്ച് കിടക്കാനാണ് യോഗമെങ്കിൽ അങ്ങനെ ആവട്ടെ. മാഷേ, തീയതി കുറിപ്പിച്ചായിരുന്നോ? ആ, മുഹൂർത്തൊക്കെ ഞാൻ കുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതില് 19-നും നിർത്ത് പണിക്കരെ, അത് താനല്ലേ പറഞ്ഞത് ജാതകത്തിൽ ഇയാൾക്ക് വിശ്വാസമില്ല? എന്റെ ശാന്തപ്പേട്ട, ഇനി അതില് പിടിച്ച് തൂങ്ങണ്ട. ഈ മാസം 16-ന് അത് ശരിയാവൂല. 16 കല്യാണം കഴിഞ്ഞിട്ട് നടത്തേണ്ടതാ. അത് വിട്. വേറെ പറ. എന്റെ പൊന്ന് ശാന്തപ്പേട്ട, ഒന്ന് നിർത്ത്. അപ്പൊ 16-ാം തീയതിയും 22 ശനിയാഴ്ചയും ഈ 3 തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ നടത്താനാണ് എന്റെ തീരുമാനം. അത് ഇയാള് മാത്രം തീരുമാനിച്ചാ മതിയോ? ഞങ്ങൾക്ക് കൂടെ സൗകര്യം ഉണ്ടാവട്ടെ. എന്നാ നിങ്ങൾക്ക് സൗകര്യമുള്ള തീയതി പറ. അയ്യോ, ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ല. അതെ പ്രസിഡന്റെ, ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുമ്പോ കഴുത്തേലും കാതേലും എന്തെങ്കിലും വേണ്ടേ? ഓ, അതിനെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. ചാരുവിനിടാനൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാം. നിങ്ങൾ അവളുടെ കൈ പിടിച്ചു തന്നാ മാത്രം മതി. അയ്യേ, ഇയാടെ ആചാരം ഇവിടെ ആർക്കും വേണ്ട. ഞങ്ങൾക്കും ഇല്ലേ പ്രസിഡന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ? കണ്ടവന്റെ ചെലവിൽ കല്യാണം നടത്തേണ്ട കാര്യമൊന്നും കുഞ്ഞുമോക്കും ശാന്തപ്പനും ഇല്ല. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? അതെ പ്രസിഡന്റ്, എടുപടിയൊന്നും പറ്റില്ല. കാശ് വേണ്ടേ?